സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനെത്തിയപ്പോൾ അപമാനിതനായ കൊച്ചുവേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. വീട് നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത് തൃശ്ശൂരിന്റെ MP-യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി നിവേദനം അടങ്ങിയ കവർ പൊട്ടിച്ച് ആ നിവേദനം വായിച്ചു നോക്കാൻ പോലും മെനക്കെടാതെ ഇതൊന്നും MP-യുടെ പണിയല്ല എന്ന് ധിക്കാരത്തോട് അദ്ദേഹം പറയുന്ന വിഷ്വൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. തീർച്ചയായും അത് ഒരു സാധു മനുഷ്യനോടുള്ള അധികാര പ്രമത്തതയുടെ ഒരു പ്രകടനമായിട്ടാണ് സാധാരണ ജനങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഏറ്റെടുക്കാൻ CPIM തീരുമാനിച്ചത്. ശ്രീ കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകാൻ, അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും വളരെ വൈകാതെ അത് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്യും. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അപേക്ഷ നൽകിയപ്പോൾ അതൊന്നും ഒരു MP-യുടെ ജോലിയേ അല്ല, പോയി പഞ്ചായത്തിൽ പറയൂ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ലെവിൻ K. വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് CPIM മുൻകൈയെടുത്ത് അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു വീട് വെച്ച് നൽകുന്നു എന്നുള്ളത്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ കേട്ടതാണ്. ആ അപേക്ഷ ഒന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്നതടക്കമുള്ള കാര്യം. ഇപ്പോൾ അവരുടെ ഒരു പ്രതികരണമൊക്കെ ലഭ്യമാണോ ഈ ഒരു സമയത്ത്? സ്വാതി, നമുക്ക് കൊച്ചുവേലായുധനടക്കമുള്ള ആളുകളെ ഈ സമയത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം നമ്മൾ മുൻപ് സംസാരിച്ചപ്പോൾ, ഇന്ന് തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് ഈ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഏറെ പ്രയാസമാണ് ഉണ്ടായത്. പൊതുജനത്തിന് മുൻപിൽ അപമാനിതനാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തോട് അതേ നിലയിൽ തിരിച്ച് പ്രതികരിക്കാതിരുന്നത്. സഹായം നൽകിയില്ലെങ്കിലും അപേക്ഷയെങ്കിലും വാങ്ങി വെക്കാമായിരുന്നു എന്നുള്ളതായിരുന്നു കൊച്ചുവേലായുധന്റേതായിട്ടുള്ള വാക്കുകൾ. നമ്മൾ സംസാരിക്കുമ്പോൾ 2 വർഷം മുൻപ് തെങ്ങ് വീണ് തകർന്ന തന്റെ വീട് നിർധന കുടുംബാംഗമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബാംഗവുമാണ് കൊച്ചുവേലായുധൻ. അദ്ദേഹത്തിന് മക്കളടക്കമുള്ള ആളുകളുണ്ട്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഒട്ടേറെ ദുരിതങ്ങൾ നേരിടുന്ന ഒരു കുടുംബാംഗമാണ് അദ്ദേഹം. ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിക്ക് ഒരു നിവേദനം നൽകാനെത്തിയത്. പക്ഷേ അന്ന് നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയും CPM അതിനെ വിമർശനവുമായി മുന്നോട്ട് വരികയും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിയുടെ സമീപനം ഇതാകരുത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തന്നെ നേരിട്ടെത്തി കൊച്ചുവേലായുധനെയും കുടുംബാംഗങ്ങളെയും. ശരി ലെവിൻ, എന്തായാലും ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് വീട് വെച്ച് നൽകുന്നു എന്നുള്ളത്. CPIM ആണ് നിർമ്മിച്ചു നൽകും എന്ന് പറയുന്നത്. ജില്ലാ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്.